ഇതുപോലത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻവ ഉപയോഗിച്ചാണ്. അപ്പോൾ ക്യാൻവയ്ക്കകത്ത് വരിക, ക്യാൻവയ്ക്കകത്ത് വന്ന ശേഷം വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള പേജാണ് വരുന്നത്. ഇവിടെ ഞാനിപ്പം മോഹൻലാലിൻ്റെ ഒരു ഇമേജാണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് മോഹൻലാലിൻ്റെ ഇമേജ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നമുക്ക് റിമൂവ് ബി ജി അല്ലെങ്കിൽ അഡോബിൻ്റെ ഒക്കെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ റിമൂവ് ബി ജി എടുത്ത് അതിനുശേഷം അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതായത് ഗൂഗിളിനകത്ത് ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് വിത്തിൻ സെക്കൻഡ് തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്നിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ക്യാൻവയിലേക്ക് വരികയാണ്. ക്യാൻവയിലേക്ക് വന്ന ശേഷം ഞാൻ അത് ക്യാൻവയിലേക്ക് അത് ആഡ് ചെയ്യുകയാണ്. ആ ഇമേജ് ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു. അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അപ്ലോഡ് ഫയൽസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ഇമേജാണ് വേണ്ടത് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മോഹൻലാലിൻ്റെ ഈ ഫോട്ടോ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് കറക്റ്റാക്കി ഫിറ്റ് ആക്കണം. അപ്പോൾ ഞാൻ വേണ്ടി ജസ്റ്റ് ഇതുപോലെ സൈസ് കറക്റ്റാക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലോഗോയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ലോഗോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്കെച്ച് പോലെ കറക്റ്റായിട്ട് നിങ്ങൾ ആ തുടക്കം കണ്ട പോലെ സ്കെച്ച് പോലെ നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്, അപ്പം അതിൻ്റെ ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇമേജ് ആഡ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലത്തെ സ്കെച്ച് വീഡിയോസ് ആഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കൊരു ഹെഡിങ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ആഡ് ഹെഡിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഞാൻ ജസ്റ്റ് മോഹൻലാൽ എന്നൂടെ അടിച്ചു കൊടുത്ത ശേഷം നമുക്കത് സൈഡിലേക്ക് മാറ്റാം. ഇനിയിപ്പം നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത്. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാത്ത MP4 ആയിരിക്കും കിടക്കുന്നത്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇവിടെ PNG എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് അടിക്കുക. ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഡൗൺലോഡായി വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ പേജ് നമുക്ക് ബ്ലാങ്ക് ആക്കാം. അതിനുവേണ്ടി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തൊക്കെ ഡിലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ഇമേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ക്യാൻവ ആപ്പ് ഉപയോഗിച്ച് മൊബൈലിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെ ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആപ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സ്പീഡ് പെയിന്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത അതായത് നമ്മൾ പേര് എഴുതി ഡൗൺലോഡ് ചെയ്ത ആ ഇമേജ് ഇടുക. അത് കഴിഞ്ഞ് 60 FPS വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ 50 സെക്കൻഡ് വെക്കാം. നമുക്ക് കളർ എപ്പോഴാണ് ഫില്ല് ചെയ്ത് വരുന്നത് 50 സെക്കൻഡ്. അതിന് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് എഫക്റ്റ് നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് ആനിമേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആനിമേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഏകദേശം ഒരു 10-30 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഫുള്ള് ലോഡായിട്ട് വരാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി സ്കെച്ച് കറക്റ്റായിട്ട് സ്കെച്ചിൻ്റെ രീതിയിൽ തന്നെയായിരിക്കും ഇത് വരുന്നത്. ഇതുപോലത്തെ ഒരുപാട് യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സ്കെച്ച് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നോക്കാം അത് എങ്ങനെയാണെന്ന്. നമുക്ക് അതിന് വേണ്ടി ഡ്രാഗ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ വീണ്ടും നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്യാൻ നേരത്ത് നമുക്ക് ആ തുടക്കം കണ്ട് അതേപോലെ തന്നെ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്കിത് MP4 ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ക്യാൻവയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്യാൻവയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്നാണ്. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിലൂടെ ചോദിക്കാമെന്നാണ്. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും.